ട്രോളിയുടെ ഫ്രണ്ടിൽ നിന്ന് വന്നേ കേട്ടോ, അത് കുത്തിയ കാല് കുത്തി. പള്ളിക്കൂട് ചെറുതാണ് പോകണ്ട, മറ്റേത് അത് പോകും. ഇത് നമ്മുടെ ചേർത്തലയിൽ കഴിഞ്ഞ 8 മാസത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ട്, ഇതാ നേരെ നോക്കിയാൽ കാണാം, ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട്ടുപണിക്കൽ മാർക്സിസ്റ്റുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് പോയത്. ലോക്കൽ നേതാക്കളെ കണ്ടു, ജില്ലാ നേതാക്കളെ കണ്ടു. അവസാനം ഇവിടെ ഈ കൊടി, ഇവരുടെ വഴിയിൽ നിന്നിരുന്ന കൊടി പറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി.
അത് കഴിഞ്ഞതിന് ശേഷം ആ പാവപ്പെട്ട സ്ത്രീയുടെ കല്ല് പെറുക്കി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയും ആ സ്ത്രീയെ ഭീഷണിയുടെ മുന്നിൽ നിർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രവർത്തകർക്ക് ഇവിടെ വന്ന് ഈ കല്ല് പെറുക്കി അങ്ങോട്ടേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരനും ആരാവട്ടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു വഴക്കിനും ഒരു രീതിയിലുള്ള അന്തഛിദ്രങ്ങൾക്കും നിൽക്കേണ്ട കാര്യമില്ല. ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സഹകരിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലത് എന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഇവിടെ രണ്ട് വാക്ക് പറഞ്ഞു. സെന്റ് ഒരു കടമുറി ഇവിടെയുണ്ട്. ഈ 1.5 സെന്റ് കടമുറി എന്ന് പറയുന്നത് ഈ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ സ്വന്തം അമ്മാവന്റെ കടമുറിയാണ്. ആ അമ്മാവന്റെ കടമുറി പോലും എങ്ങനെ ഇവിടുത്തെ ഒരു മെമ്പറായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ തട്ടിയെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന് രഹസ്യമായിട്ട് ആരും അറിയാതെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ നേതാക്കന്മാർ ഈ പരിശ്രമിക്കുന്നത്. പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് അവരുടെ സ്വത്ത് അത് 1.5 സെന്റ് ആയാലും വേണ്ടില്ല, 1 സെന്റ് ആയാലും വേണ്ടില്ല, അത് വാരിക്കൂട്ടി കയ്യിലാക്കണമെന്ന ആഗ്രഹമുള്ള ഈ നേതാക്കന്മാരുള്ള ഈ പാർട്ടി എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രീതിയിലും ഞാൻ 3 തവണ പറയുകയാണ്, യാതൊരു തരത്തിലുള്ള ഒരു സംഘർഷത്തിന്റെയും ആവശ്യം ഇവിടെയില്ല. അവിടെ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീട് പണി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ചില ആളുകൾ രംഗപ്രവേശം വന്ന് ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങും എന്നൊക്കെ പറയുന്നതെങ്കിൽ അതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇത് വെള്ളരിക്ക പട്ടണമല്ല. അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ മുന്നിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തെ എത്തിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്